2025 ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ഫോൺ വേറെ കാണില്ല. യെസ്, വിവോ X200 Pro കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഡെയിലി ഡ്രൈവർ ഫോൺ. രണ്ട് മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, X300 Pro ഇറങ്ങി നിൽക്കുന്ന ഈ ടൈമിൽ ഈ ഫോൺ എടുക്കുന്നത് വർത്താണോ, ഇതിന് ഓവർ ദി ഇയേഴ്സ് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പറയും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ക്യാമറ ക്ലാരിറ്റിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അടിപൊളി ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ തന്നെയാണ്, ഡെഫിനറ്റ്ലി നോ ഡൗട്ട്. പക്ഷെ ഓവർ ദി ഇയേഴ്സ് ഇതിന് അപ്ഡേറ്റ് കാരണം എന്തെങ്കിലും ക്ലാരിറ്റിയിൽ ഒരു ഡിഗ്രഡേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക. വേറെ ഒരു ഫോണും ഓൺ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത രണ്ട് മെയിൻ എക്സ്പീരിയൻസസ് എനിക്ക് ഈ ഫോൺ തന്നു. ഒന്ന്, ഒരു ഫോൺ ലോഞ്ച് ഡേ അന്ന് എടുക്കുക എന്നുള്ളത് ഏതൊരു ടെക് എന്തൂസിയാസ്റ്റിന് ഡ്രീം ആയിരിക്കും. സോ ആ ഡ്രീം എനിക്ക് ഈ ഫോൺ വാങ്ങിയതിലൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷം December 18 ഈ ഫോണിന്റെ കേരള ലോഞ്ച്. സോ ലോഞ്ച് ഡേ അന്ന് തന്നെ ഞാൻ മൈജിയിൽ നിന്ന് ഈ ഫോൺ വാങ്ങി. സോ അവിടെ ഒരു കേക്ക് കട്ടിങ്ങും ഒരു ലോഞ്ച് ഇവന്റും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യും. സോ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡിസ്പ്ലേ, ഇതൊരു 6.78 ഇഞ്ച് ഫുൾ HD+ 120 Hz 10-bit പാനലാണ് വിവോ ഈ ഫോണിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോഴാണെങ്കിലും നെറ്റ്ഫ്ലിക്സ് കാണുമ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാം നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ തരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ മോഡേൺ സ്മാർട്ട് ഫോണിലുള്ള എല്ലാ ഫീച്ചേഴ്സും ആയ ലൈക്ക് ഡോൾബി വിഷൻ, HDR10+ എല്ലാം നമുക്ക് ഈ ഫോണിലും വരുന്നുണ്ട്. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതും നല്ലൊരു കാര്യമാണ്. ലൈൻ ഇഷ്യൂസ്, ഗ്രീൻ ലൈൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആൻഡ് ഇതിന്റെ ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിലും അങ്ങനെ ഒരു ബ്രൈറ്റ്നസിന് കുറവൊന്നുമില്ല. നല്ലൊരു കിർലം ബ്രൈറ്റ് പാനൽ തന്നെയാണ് വിവോ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആക്ച്വലി ഈ ഫോണിന്റെ ഡിസ്പ്ലേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഈ ഫോൺ വാങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ ഡിമെൻസിറ്റി പ്രോസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡിമെൻസിറ്റി 9400 ആണ് ഈ ഫോണിനെ പവർ ചെയ്യണത്. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഫോൺസും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരുന്നു. അപ്പൊ എന്റെ മൈൻഡിലൊരു സ്കെപ്റ്റിക്കൽ തോട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് സ്നാപ്ഡ്രാഗൺ ആയിരിക്കും നല്ലത്, ഇതെങ്ങനെ പെർഫോം ചെയ്യും, ലൈക്ക് ഒരു ലോങ് ടേമിലൊക്കെ എങ്ങനെ ഉണ്ടാകും, ലാഗ് വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ഡൗട്ട് കംപ്ലീറ്റ്ലി മാറി. കാരണം ഈക്വലി സ്നാപ്ഡ്രാഗന്റെ അത്ര കേപ്പബിൾ ചിപ്സെറ്റ് ആണ് ഇപ്പം ഡൈമെൻസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ലാഗോ, നമ്മുടെ ഡേ ടു ഡേ യൂസിലൊന്നും ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല. ഈവൻ ഗെയിമിംഗ് അങ്ങനത്തെ ഹെവി ടാസ്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഫോൺ അങ്ങനെ കാര്യമായ ഒരു ഹീറ്റിങ്ങോ അങ്ങനത്തെ ഒരു ലാഗോ ഒന്നും ഇല്ല. ഞാനിപ്പോൾ BGMI കളിക്കും, സോ അതിൽ 120 FPS കിട്ടുന്നുണ്ട്. സോ ആ എക്സ്പീരിയൻസ് എല്ലാം നല്ലതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ബാക്കിലത്തെ ഈ ക്യാമറ മോഡ്യൂൾ നമ്മളിങ്ങനെ കൈ വെക്കുന്ന സമയത്ത് നമ്മളെ കൈ പ്രോപ്പർ ആയിട്ട് ഗ്രിപ്പ് ചെയ്യാൻ പറ്റാണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഫോണിന്റെ സെല്ലിംഗ് പോയിന്റ് ഗെയിമിംഗ് അല്ല, ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടൊക്കെ നോക്കുവാണെങ്കിൽ OnePlus അല്ലെങ്കിൽ IQ ഫോൺസ് തന്നെയായിരിക്കും നല്ലത്. ആൻഡ്രോയിഡിൽ നോക്കുവാണെങ്കിൽ കാഷ്വൽ ഗെയിമറാണ്, ഒരു ഡേ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കളിക്കുവാണെങ്കിൽ ഈ ഫോൺ ഡെഫിനറ്റ്ലി കേപ്പബിൾ ആണ്. കാരണം ഗെയിംസ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ റൺ ആവുന്നുണ്ട്. ആൻഡ് പെർഫോമൻസിന്റെ കാര്യം ഒരു ഇഷ്യൂ അല്ല, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോണിന്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ 6000 mAh ഒരു സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വിവോ ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബാറ്ററി ലൈഫിൽ അങ്ങനെ ഒരു ഇഷ്യൂ കംപ്ലൈൻസോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഓവർനൈറ്റ് ഡ്രോപ്പ് ആവുക, പെർസെന്റേജ് പെട്ടെന്ന് കുറയുക, അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ബാറ്ററി ലൈഫ് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ യൂസറിനും സബ്ജക്റ്റീവ് ആണ്. അവർ എത്രത്തോളം ഫോൺ യൂസ് ചെയ്യും, ഗെയിമിംഗ് ഉണ്ടോ, ഹെവി യൂസേജ് ആണോ, ലൈറ്റ് യൂസേജ് ആണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു ഹെവി യൂസർ ആണ്, എനിക്ക് ഡെയിലി അപ്പോൾ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരാറുണ്ട്. ഞാൻ കൂടുതലും 5G ആണ് യൂസ് ചെയ്യുന്നത് വൈഫൈനേക്കാളും. സോ അത് അങ്ങനത്തെ ഹെവി യൂസേജ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. അല്ല നിങ്ങളൊരു കാഷ്വൽ യൂസർ ആണ്, ജസ്റ്റ് കോൾസും സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ ബാറ്ററി ലൈഫ് കിട്ടേണ്ടതാണ്. ആൻഡ് ഈവൻ ദോ നിങ്ങൾക്ക് ബാറ്ററി തീർന്നാൽ പോലും നിങ്ങൾക്ക് 90 വാട്ടിന്റെ ഒരു ഫ്ലാഷ് ചാർജർ വിവോ തന്നെ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇക്കാലത്ത് ചാർജർ ബോക്സിൽ കിട്ടുക എന്നുള്ളത് ഒരു ഫീച്ചർ ആണല്ലോ. സോ ആ കാര്യത്തിലും സോർട്ടഡ് ആണ്. പിന്നെ വയർലെസ് ചാർജിങ് 30 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഈവൻ ദോ 1 ഇയറിന് കഴിഞ്ഞതിന് ശേഷം പോലും അങ്ങനെ ഒരു കൺസേൺ ഇതുവരെ വന്നിട്ടില്ല. സോ കഴിഞ്ഞ കുറെ കാലമായി വിവോ കേട്ടുകൊണ്ടിരുന്ന ഒരു ചീത്തപ്പേരാണ്, അവരെ ഫോണൊക്കെ നല്ലതാണ്, ക്യാമറയൊക്കെ നല്ലതാണ്, പക്ഷെ അവരെ ഫ്രണ്ട് ചോയ്സ് ഒരു പോരായ്മയല്ലേ എന്നുള്ളൊരു കാര്യം പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. സോ അത് വിവോ തന്നെ അത് ഒരു സ്റ്റെപ്പ് എടുത്തത് മാറ്റിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കസ്റ്റമർ ഫീഡ്ബാക്കിന് ഇത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ചൈനയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒറിജിനോയ്സ് അവർ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരുന്നു. സോ അതാണ് ഇപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ വിവോ IQ ഫോൺസിനും ഈ ഒറിജിനോയ്സ് ആയിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. എക്സിസ്റ്റിംഗ് ഫോണുകൾക്ക് ഈ വരും കാലത്തിൽ അപ്ഡേറ്റ്സ് വന്നത് അതും എല്ലാം ഒറിജിനോയ്സിലേക്ക് മാറും. ആനിമേഷൻ ആണെങ്കിലും ഡിസൈൻ എലമെന്റ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഫ്രണ്ട് ചോയ്സിനേക്കാൾ ഒരു നല്ലൊരു
സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഫോൺ കുറച്ചുകൂടി ഓൾറെഡി ഫാസ്റ്റ് ആയിട്ട് ഒരു ഫോൺ ആയിരുന്നതിനെ കുറച്ചുകൂടി ഒരു ഫ്ലൂയിഡിക് എക്സ്പീരിയൻസ് ആക്കിയാണ്. ആനിമേഷൻ ഭയങ്കര സ്മൂത്ത് ആണ്. ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് ആയ നമുക്ക് ഒറിജിൻ ഐലൻഡ്, ലോക്ക് സ്ക്രീനിലെ കസ്റ്റമൈസേഷൻ, ഫ്ലിപ്പ് കാർഡ്സ്, അതുപോലത്തുള്ള ക്യൂട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ആനിമേഷനിലൊക്കെ. അതെല്ലാം നമുക്ക് ഡേ ടു ഡേ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊരു ഫെയർലി ഇപ്പൊ ന്യൂ OS ആണല്ലോ, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. സോ അതിൻ്റെതായ 1-2 മൈനർ ബഗ്സ് അവിടെ ഇവിടെയൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ഓബ്വിയസ്ലി അവർ ഈ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലൊക്കെ അത് ഫിക്സ് ചെയ്യും. മന്ത്ലി എല്ലാ മാസവും സെക്യൂരിറ്റി പാച്ചസും അപ്ഡേറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. സോ അതിൽ എന്തായാലും അത് മാറ്റാവുന്നതേ ഉള്ളൂ. മൈനർ ബഗ്സ് മാത്രമേ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫോൺ നോക്കുമ്പോൾ OSന്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ വേറെ ലാഗോ സ്റ്റട്ടറിങ്ങോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ ഫോണിന് ഇത്രയും ഹൈപ്പ് വന്നതെന്ന് ചോദിച്ചാൽ, യെസ്, ഡെഫിനറ്റ്ലി ദ ക്യാമറാസ് ആണ്. ഇതിന്റെ ഈ ബാക്ക് പാനൽ കാണുമ്പോൾ, ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ കാണുമ്പോൾ ഫോൺ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഞാനൊരു ക്യാമറ സെൻട്രിക് ഫോണാണ്, ഇതാണ് എന്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത്. അത് വേറൊരാൾ കാണുമ്പോഴും അവർക്കത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യണത് ഈ ഒരു ഹ്യൂജ് ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്. സോ അതിൽ വിവോ സക്സീഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ക്യാമറസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, സാമ്പിൾസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ടോപ്പ് നോച്ച് ക്യാമറയാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, ഓക്കെ ക്യാമറ അടിപൊളിയാണ്, ഡെഫിനറ്റ്ലി ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി ഈ ഓവർ ദ ഇയേഴ്സ് ഈ അപ്ഡേറ്റ് കാരണം കുറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ഫോൺ വാങ്ങിയ സമയത്ത് എന്നോട് തന്നെ ചോദിച്ചത്. കാരണം ഓക്കെ ക്യാമറ ഇനിഷ്യലി കൊള്ളാം, പക്ഷെ അത് എങ്ങനെ ലോങ് ടേമിലത്തേക്ക് ഉണ്ടാവും, ക്വാളിറ്റി കുറയോ എന്നുള്ള ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഐ എം ഹാപ്പി ടു റിപ്പോർട്ട് ദാറ്റ് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ക്യാമറയുടെ ക്വാളിറ്റി അപ്ഡേറ്റ്സ് ഒന്നും കാരണം കുറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയ ഒരു 2 പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ 3.7x ടെലിഫോട്ടോ ലെൻസ്, അതൊരു 85mm ലെൻസ് ആണ്. അതാണ് ഇതിന്റെ മെയിൻ 200 മെഗാപിക്സൽ സെൻസർ. സോ ആ ക്യാമറ ചില സമയത്ത് ഒരു ഓട്ടോ ഫോക്കസിങ് പ്രശ്നം, ഇതിലേക്ക് നമ്മൾ 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കേസിൽ ഒരു 2 ഫോട്ടോസ് ഒക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോക്കസ് ആവും. പക്ഷേ ഓട്ടോ ഫോക്കസിങ്ങിന്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ട് അത് അങ്ങനെ ഒരു ഓട്ടോ ഫോക്കസ് ഇഷ്യൂ നോട്ടീസ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വിവോ അത് ഫിക്സ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ എന്റെ ഡിവൈസിൽ അറ്റ്ലീസ്റ്റ് അത് ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാനത് 3-4 തവണ ചെക്ക് ചെയ്തായിരുന്നു. പിന്നീട് പറയുവാണെങ്കിൽ നമ്മുടെ HDR പെർഫോമൻസ് ആക്ച്വലി കുറച്ച് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് തോന്നി. ചില സമയത്ത് നമുക്ക് HDR ഓഫ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ട ഒരു ഇതൊന്നും, ലൈക്ക് അത് ഹൈലൈറ്റ്സിനെ പ്രിസർവ് ചെയ്യുന്ന സമയത്ത് ഷാഡോസ് കുറച്ച് ഡാർക്ക് ആയി പോകുന്നുണ്ടോ എന്നൊരു ഇതുപോലെ വരും. സോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് റീടച്ച് ചെയ്ത് അത് ചെയ്യാം. പക്ഷെ ചില 1-2 കേസിൽ ഞാനിങ്ങനെ HDR ഓഫ് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നതായിട്ടുണ്ട്. സോ ഈ 2 പ്രശ്നങ്ങൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനിവിടെ ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഓൾമോസ്റ്റ് എന്റെ ഗാലറി നോക്കിയപ്പോൾ 9000+ ഫോട്ടോസ് ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാമ്പിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ അത് ചെക്ക് ചെയ്യാം. ഏതൊരു ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഇതിന്റെ നൈറ്റ് മോഡ് നല്ലതാണ്, ഡേ ലൈറ്റിൽ എടുക്കുമ്പോഴാണെങ്കിലും നല്ലതാണ്. ഏത് കണ്ടീഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. ആൻഡ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് അടിപൊളിയാണ്. നമ്മൾ ലൈക്ക് പോർട്രേറ്റ് മോഡൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ പ്രിവ്യൂവിൽ വലിയ രസം കാണത്തില്ലെങ്കിലും പക്ഷെ അത് പ്രോസസ് ചെയ്ത് എൻഡ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐ പ്ലീസിംഗ് ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഡയറക്ട്ലി സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു പറ്റിയ ഫോൺ തന്നെയാണ്. നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ക്യാമറാസ് ഇത് മതി. നമുക്കൊരു DSLR കൊണ്ടുപോകണേക്കാളും ഹാൻഡി ആയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ലൈക്ക് സ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ഈ ഫോൺ ഇസ് മോർ ദാൻ ഇനഫ്. ആൻഡ് ഇതിന്റെ ക്വാളിറ്റിയും സ്റ്റിൽ കുറഞ്ഞിട്ടില്ല. പിന്നെ ഒറിജിനൽ വോയിസ് വന്നതിന് ശേഷം കുറെ AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. AI ഇമേജ് എക്സ്പാൻഡർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിന്റെ മാജിക് റൈസും ആക്ച്വലി നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും അത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ വീഡിയോനെ പറ്റി പറയുവാണെങ്കിൽ വീഡിയോ ഇതിൽ 4K 60 നമുക്ക് 10-bit ലോഗ് ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ക്വാളിറ്റി നല്ലതാണ്. അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിന്റെ അൾട്രാ വൈഡ് അതായത് 0.6x ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു ഷാർപ്പല്ല. എസ്പെഷ്യലി നമുക്കൊരു ലൈറ്റിംഗ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ലെൻസ് ആയ 3.7x ലെൻസ്, ഒരു 85mm ലെൻസ് അടിപൊളിയാണ്. അത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബ്ലർ ഒരു ഒപ്റ്റിക്കൽ സെൻസർ ആയതുകൊണ്ട് കിട്ടുന്നുണ്ട്. സോ അത് അടിപൊളിയാണ്. നമുക്ക് പോർട്രേറ്റ് മോഡ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും 3.7x ലെൻസ് ഇടുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും കിട്ടി നല്ല ക്രിസ്പ് ഫോട്ടോ ആണ് എടുക്കണം. എസ്പെഷ്യലി ആ ലെൻസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ നോർമലി 1x കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ 3.7x ലെൻസ് ഇട്ടാണ് ഞാൻ മിക്ക ഫോട്ടോസും എടുത്തിട്ടുള്ളത്. അതിന്റെ സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡിൽ മറ്റേ സിനിമാറ്റിക് അനമോർഫിക് ആ ഒരു മോഡൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ ഇതിന്റെ വീഡിയോ പെർഫോമൻസ് നല്ലതാണ്. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്തിരുന്നു, ലൈക്ക് ഫുള്ളി ഷോട്ട് ഓൺ X200 Pro ഇൻ ലോഗിൽ ഷൂട്ട് ചെയ്തിട്ട് അത് ഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതിന്റെ തന്നെ നമ്മൾ കളർ ഗ്രേഡിംഗ് ബ്രേക്ക് ഡൗണും എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു കേപ്പബിൾ ഫോൺ തന്നെയാണ്. ലൈക്ക് വീഡിയോ നോക്കുവാണെങ്കിലും നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന
നല്ല ബിറ്റ് റേറ്റിൽ കിട്ടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഈ ഏരിയയിലാണ് ഈ ഫോൺ കുറച്ച് വീക്കായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ റിയർ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ഇമേജ് ഒന്നും ഫ്രണ്ട് ക്യാമറ തരുന്നില്ല. ജസ്റ്റ് ഒരു എബോ ആവറേജ് സെൽഫീസ് ഒക്കെ മാത്രമാണ് ഈ ഫോൺ തരുന്നത്. ആൻഡ് അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇതിൽ നമുക്ക് 4K 60 FPS വരെ ഫ്രണ്ട് സെൽഫിന്ന് ഷൂട്ട് ചെയ്യാം. പക്ഷെ അതിലൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട് ക്യാമറ വെച്ച് 4K 60 ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളത് 4K 30 ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്താണ് വിവോ അങ്ങനെ കൊടുത്തേക്കണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അതെന്തായാലും മാറ്റണം. പേഴ്സണലി ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലെ ഒരു ഫാൻ അല്ല ഞാൻ. ഓക്കെ, സോ ഇത്രയും നേരം ഞാൻ അവസാനം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം പറയേണ്ട സമയമായി. സോ ഈ ഫോണിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ, അത് ഇതിന്റെ ക്യാമറ അല്ല, അത് ഇതിന്റെ പെർഫോമൻസ് അല്ല, ഇതൊന്നും അല്ല. പക്ഷേ വിവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കസ്റ്റമർ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ് എനിക്ക് ഏറ്റവും അധികം എന്നെ ഇംപ്രസ് ചെയ്ത സാധനം. ആൻഡ് അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. വേറെ ഒരു ബ്രാൻഡും എനിക്ക് തോന്നുന്നില്ല ഇത്ര എഫേർട്ട് ഇട്ട് അവരെ ആ സർവീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. സോ അതിന് ഡെഫിനറ്റ്ലി വിവോയ്ക്ക് ഒരു തംസ് അപ്പ്. ആൻഡ് ഇത് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഓക്കെ, ഞാൻ ഫോൺ വാങ്ങി ഒരു 6 മാസമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ കേസ് ഒന്ന് ഇളക്കിയപ്പോഴത്തേക്കും ഈ ഡിസ്പ്ലേയുടെ താഴെന്ന് ഡിസ്പ്ലേയുടെ ഒരു ഗ്ലൂ പോലത്തെ ഒരു ബീഡിങ് ഇതിൽ ത്രൂഔട്ട് വന്നിട്ടുണ്ട്. അത് ഇതിന് താഴത്തെ മാത്രം ഏരിയയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിൽ പോയി ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ല, ഡിസ്പ്ലേയുടെ താഴത്തെ ഒരു ഗ്ലൂ ഇങ്ങനെ ഇളകിയതാണ്, അത് വലിയ പ്രശ്നമല്ല, IP റേറ്റിംഗ് ഒന്നും പോകത്തില്ല, പക്ഷെ നമുക്ക് X സീരീസ് ഫോണല്ലേ, പ്രീമിയം ഫോണല്ലേ, ഡിസ്പ്ലേ മാറ്റി തരാമെന്ന് പറഞ്ഞു. 7 ദിവസം എടുക്കും സ്റ്റോക്ക് വരാൻ, ഡിസ്പ്ലേ വരാൻ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 3-ാമത്തെ ദിവസം ആയപ്പോൾ കോൾ വന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട്, സോ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ കൊണ്ടുപോയി. എനിക്ക് വിത്തിൻ ഒരു 1.5 hours ഡിസ്പ്ലേ മാറി തന്നു. അപ്പോഴും കസ്റ്റമർ സർവീസ് അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ടെൻഷനൊന്നുമില്ല. ലൈക്ക് എല്ലാവരും പറഞ്ഞു തരും, നല്ല ഫോളോ അപ്പ് ഉണ്ട്, എല്ലാം ചെയ്ത് ഡിസ്പ്ലേ മാറി. ഞാൻ പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ ബാക്ക് പാനലിൽ ഒരു ഗ്യാപ്പ് നോട്ടീസ് ചെയ്തു. ഞാൻ വീണ്ടും ഇങ്ങനെ കേസ് ഇളക്കിയ സമയത്ത് ഒരു ഗ്യാപ്പ് നോട്ടീസ് ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു അവരത് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇത് ഇളക്കുമ്പോൾ അവർക്ക് ആക്ച്വലി ഇതിന്റെ ബാക്ക് പാനലും കൂടെ ഇളക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോയി അവർ അപ്പോളജിക്ക് പറഞ്ഞു, ഒന്നുകൂടി വരേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഒട്ടിച്ചു തന്നു. ഞാൻ വീണ്ടും പോയി. എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ഇളകി. അപ്പോൾ ഞാൻ വീണ്ടും കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഡയറക്ട്ലി അവിടുത്തെ കസ്റ്റമർ സർവീസ് മാനേജർ ആണ്, പുള്ളി അകത്തുനിന്ന് വന്ന് പുള്ളിയാണ് പിന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചതും, ലൈക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചതും. ആൻഡ് പുള്ളി ഇത് ഒരിക്കൽ കൂടെ ഒട്ടിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കോമ്പണൻസ് എല്ലാം ടൈറ്റ്ലി പാക്ഡ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു കോമ്പണന്റിന്റെ സൈസ് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫോർമേഷൻ വന്നാലും അതിന്റെ ഒരു പ്രഷർ കാരണം ഇതിങ്ങനെ ഇളകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മേ ബി അവരത് ഡിസ്പ്ലേ മാറാൻ വേണ്ടി ഇളക്കിയ സമയത്ത് എന്തെങ്കിലും കോമ്പണന്റ് വെച്ച് കറക്റ്റ് ആയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ആണോ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. പുള്ളി ആക്ച്വലി ഇതിന്റെ എല്ലാ കോമ്പണൻസും ഇളക്കി വിവോക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. അതിന് എല്ലാ കോമ്പണൻസ് ഇളക്കി ഇത് കംപ്ലീറ്റ്ലി ന്യൂ ഫോൺ പോലെ സെറ്റ് ചെയ്ത് തന്നു. പക്ഷെ അത് വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ട് ഗ്യാപ്പ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്ത് വീണ്ടും പോയി. എനിക്ക് തോന്നുന്നു ഷിജിൻ എന്തോ ആണ് പുള്ളിയുടെ പേര്. ഞാൻ കോൺടാക്ട് ചെയ്ത് വീണ്ടും കൊണ്ടുപോയി. ആൻഡ് വീണ്ടും പുള്ളി പറഞ്ഞു, ഓക്കെ, നമുക്ക് ഇതിന്റെ ബാറ്ററിയിൽ എന്തെങ്കിലും ബൾജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേറൊരു പുതിയ ബാറ്ററിയും ഓർഡർ ചെയ്തു. അങ്ങനെ അത് വെച്ച് നോക്കിയ സമയത്ത് മറ്റേ ഇതിലിരുന്ന ബാറ്ററി അവർ ഇളക്കിയ സമയത്ത് എന്തോ ചെറുതായിട്ടൊരു ഡെന്റോ അങ്ങനെ എന്തോ വന്നതാണ്. സോ അങ്ങനെയായിരുന്നു ഇതിങ്ങനെ പ്രഷർ ചെയ്ത് ഈ ബാക്ക് പാനൽ ഇളക്കിക്കൊണ്ടിരുന്നത്. സോ എനിക്ക് പുതിയ ബാറ്ററി വെച്ച് അവർ തന്നു. ആൻഡ് തന്നതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്തു. ബാക്ക് പാനൽ അങ്ങനെ ഗ്യാപ്പ് ഒന്നും വന്നില്ല. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യൂസ് ചെയ്ത് 2-3 ആഴ്ച കഴിഞ്ഞപ്പം നമ്മൾ എന്തിനാണോ ആദ്യം ഡിസ്പ്ലേ മാറിയത്, ആ ഒരു ഗം ഇളകി എന്ന് പറഞ്ഞില്ലേ, ആ ഗമ്മ് വീണ്ടും ചെറുതായിട്ട് ഇളകി. അപ്പൊ ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസ്പ്ലേ മാറിയത് എന്തിനാണോ അത് വീണ്ടും വന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, സാർ ഇനി നമുക്ക് എന്തായാലും ഫോൺ മാറ്റി തരാം, ഫോൺ റീപ്ലേസ് ചെയ്ത് തരാം, നാളെ രാവിലെ സർവീസ് സെന്ററിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ പോയി. എനിക്ക് പുതിയ ഫോൺ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവർ അൺബോക്സ് ചെയ്ത് എനിക്ക് IMEI നമ്പറും വാറന്റിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഞാൻ 2 hours ഡേറ്റ ഫുള്ള് കോപ്പി ചെയ്തെടുത്തു. അങ്ങനെ എനിക്ക് ഇത് കിട്ടിയ ഒരു റീപ്ലേസ്മെന്റ് ന്യൂ ഫോണാണിത്. സോ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു 4-5 തവണ ഞാൻ സർവീസ് സെന്ററിൽ കയറി. അതൊരു ബുദ്ധിമുട്ടാണ്. ലൈക്ക് നമ്മൾ ഇത് അവിടെ പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണല്ലോ, നമുക്കൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാലും അവര് നമ്മൾക്ക് തരുന്ന ആ ഒരു ഫീഡ്ബാക്കും ആ റെസ്പോൺസീവും, നമ്മൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നാൽ പോലും നമ്മൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഫുൾ അവെയർ ആണ്, നമ്മളൊരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബിഹേവിയർ ആണ് അവിടുത്തെ എല്ലാ സ്റ്റാഫിനും, എസ്പെഷ്യലി ആ സർവീസ് മാനേജർ. എല്ലാവർക്കും നല്ലൊരു ഇത് കൊടുത്തേ പറ്റൂ അതിന്. കാരണം അത്രയും നന്നായിട്ട് തന്നെയാണ് അവരെല്ലാം ഹാൻഡിൽ ചെയ്യണത്. അവർ ഫോളോ അപ്പ് ചെയ്ത്. എനിക്ക് തോന്നുന്നില്ല വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ മേ ബി ഞാൻ
എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇത് ഇളകി എന്ന് പറഞ്ഞ് എൻ്റെ യൂസർ ഡാമേജ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ പൈസ കൊടുത്ത് ഡിസ്പ്ലേ മാറേണ്ടി വരുമായിരുന്നിരിക്കാം. സോ ഇതിൽ എന്തായാലും അങ്ങനെ വന്നിട്ടില്ല. സോ അതൊരു വളരെ നല്ല കാര്യമാണ്. എല്ലാ ബ്രാൻഡ്സും ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം കുറെ എല്ലാ ബ്രാൻഡ്സിനും ഓരോരോ കളർ ലൈൻ, ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ, പർപ്പിൾ ലൈൻ അങ്ങനെയൊക്കെ പറയും പോലെ ഓരോ അപ്ഡേറ്റിന് ശേഷം വരുമ്പോഴും ഞാൻ അറിഞ്ഞത് വെച്ച് യൂസേഴ്സിന്റെ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഈവൻ ദോ ഫോൺ ഔട്ട് ഓഫ് വാറന്റി ആണ്, ഫിസിക്കൽ ഡാമേജ് ഇല്ലെങ്കിൽ ലൈൻ ഇഷ്യൂസിന് വിവോ മാറ്റി കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേ. സോ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് വിവോ ഒരു Y സീരീസ് ഫോണിന് 2 തവണ ലൈൻ വന്നിട്ട് ഔട്ട് ഓഫ് വാറന്റി അവർ ഡിസ്പ്ലേ മാറി കൊടുത്തു. അത് എല്ലാ ബ്രാൻഡും ഫോളോ അപ്പ് ചെയ്ത് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടേതല്ലാത്തൊരു ഇഷ്യൂവിന് നമ്മൾ എന്തിനാണ് ഡിസ്പ്ലേയുടെ പൈസ 20,000 25,000 രൂപ കൊടുക്കുന്നത്? ഓൾറെഡി നമ്മൾ കുറെ സ്പെൻഡ് ചെയ്താണ് ഈ ഫോണൊക്കെ വാങ്ങുന്നത്. സോ അതൊരു ലോങ് ടേമിന് യൂസ് ചെയ്യാനായിരിക്കും നമ്മുടെ എന്തായാലും പ്ലാൻ. സോ അത് വീണ്ടും നമ്മളേതല്ലാത്തൊരു കുറ്റത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വിവോ ഇപ്പം കണ്ടിന്യൂ ചെയ്തതുപോലെ തന്നെ അവർ റൈറ്റ് ട്രാക്ക് ആണ് ഓൾറെഡി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം ഇത്രയും നല്ല സർവീസ് ഞാൻ വേറെ ഒരു ഗാഡ്ജറ്റിനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അടിപൊളിയാണ്. കസ്റ്റമർ സർവീസ് എടുത്ത് പറഞ്ഞേ പറ്റൂ. കിടിലമാണ്. അത് അവര് കീപ്പപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ, 2026 ഇപ്പോൾ വിവോ X300 Pro ഇറങ്ങി നിൽക്കുന്ന ഈ ടൈമിൽ ഈ ഫോൺ എടുക്കുന്നത് ബർത്താണ്? അതിന് ആൻസർ ഈസ് ഡെഫിനറ്റ്ലി യെസ്. നിങ്ങൾക്ക് സ്റ്റിൽ ഈ ഫോൺ ഞാനിപ്പോൾ ആമസോണിൽ ചെക്ക്ഔട്ട് ചെയ്തപ്പോൾ 85,000 എന്തോ ആയിരുന്നു. പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയി എന്നാണ് ഞാൻ അറിഞ്ഞത്. സോ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല ഡീലിന് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വർഷം എടുക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണിത്. കാരണം ഇതിന്റെ ക്യാമറ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വരാത്തൊരു ഫോണാണ്. ആൻഡ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞാൽ ഇതിന്റെ സർവീസും അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ബാക്കി യൂസേജ് ആയ കോൾ ക്വാളിറ്റി, വൈഫൈ സിഗ്നൽ റിസപ്ഷൻ, 5G കണക്ടിവിറ്റി, ഇതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ ഒറിജിനൽ വോയിസും കൂടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് വന്നിട്ടേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു കിടിലം ഫോൺ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വർഷം ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ക്വറീസും കൺസേൺസും നിങ്ങൾക്ക് ഈ ഫോൺ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, അവിടെയും ചോദിക്കാവുന്നതാണ്. സോ ഞാൻ എന്തായാലും ഈ ഫോൺ തന്നെയായിരിക്കും ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. 2026 അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു നീഡ് തോന്നിയിട്ടില്ല. സ്റ്റിൽ ഈ ഫോൺ ഒരു പെർഫോമർ ആണ്, അതിൽ നോ ഡൗട്ട്. സോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.